നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. യുപിയുടെ ഭാവി നായകനായ അഖിലേഷ് യാദവ് തന്നെ പറയുന്നു, ഡീലിമിറ്റേഷനിൽ ജനസംഖ്യയല്ല നോക്കേണ്ടത്, പകരം GDP ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ നോക്കണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വലയ്ക്കരുത് എന്നും അഖിലേഷ് യാദവ് വ്യക്തമായി പറയുകയാണ്. ഇത് വലിയ ഒരു താക്കീതായി മാറുകയാണ്. നോക്കൂ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രമുഖമായിട്ടുള്ള യുപിയിൽ നിന്ന് തന്നെയുള്ള നേതാവ്, ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി കൃത്യമായി പറയുകയാണ്, തമിഴ്നാടും ആന്ധ്രയുമൊക്കെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ തുല്യ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരുടെ GDP അനുപാതത്തിൽ, അതായത് കഴിഞ്ഞ നാളുകളിൽ ഭരണഘടനയിൽ എത്ര സീറ്റുകളായിരുന്നോ ഓരോ സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നത് അതിൻ്റെ അനുപാതം തന്നെയായിരിക്കണം തമിഴ്നാടിനും കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും കേരളത്തിനുമൊക്കെ നൽകേണ്ടതെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു കളയുമെന്ന് ഒരു BJP നേതാവും വിചാരിച്ചു കാണില്ല. ഡീലിമിറ്റേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്റ്റാലിൻ BJPയോട് കോംപ്രമൈസ് ചെയ്തു. കാരണം എന്താണ്? സ്റ്റാലിൻ്റെ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യം ഉപേക്ഷിച്ചത് മുതൽ സ്റ്റാലിൻ സംഘപരിവാറുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്താണ്? കോൺഗ്രസുമായി സഖ്യമില്ലാത്ത, ചേരാൻ താല്പര്യമില്ലാത്തവരെല്ലാം സംഘപരിവാറുമായി കൂട്ടുകൂടുന്നുണ്ട്. കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂൺ. കോൺഗ്രസിൻ്റെ ഈറ്റില്ലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മറ്റുള്ള പ്രാദേശിക പാർട്ടികൾ ആള് കളിക്കുന്നത്. സമാജ്വാദി പാർട്ടിക്ക് കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ടുള്ള ബലത്തിൽ ഒരു സംശയവുമില്ല. ഉത്തർപ്രദേശിൽ ഒരുപക്ഷെ അവരുടെ കൂടെ ആയിരിക്കാം സഖ്യം. എന്നാൽ മറ്റുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ, എന്തിനധികം പറയുന്നു, മമതാ ബാനർജി പോലും ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ്. തന്നെയും തൻ്റെ അനന്തരവനായ അഭിഷേക് ബാനർജിയെയും വകവരുത്തുമോ എന്ന ഭയം പോലും മമതയെ വല്ലാതെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. അവർ പോലും ഇപ്പോൾ കോൺഗ്രസിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അവരാണ് ഏക അത്താണി. സോണിയാഗാന്ധിയെ കണ്ട് ചെയ്തു പോയ അപരാധങ്ങൾക്കെല്ലാം മാപ്പ് പറയുന്ന ഒരവസ്ഥയിലേക്ക് മമതാ ബാനർജി എന്തുകൊണ്ടാണ് നിയമസഭാ തോൽവിക്ക് ശേഷം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? വളരെ വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ് അഖിലേഷ് യാദവിൻ്റെ ഡീലിമിറ്റേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അഖിലേഷ് യാദവും കോൺഗ്രസിൻ്റെ നേതാക്കളും തമ്മിൽ ഉത്തർപ്രദേശിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാണും. പക്ഷേ അതൊന്നും സഖ്യത്തിനെയോ ദേശീയ രാഷ്ട്രീയത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തെയോ ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്ന് വീണ്ടും ഉറപ്പുവരുത്തുകയാണ് ജോലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അഖിലേഷും കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർക്കൗട്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്.